എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്ന LD റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും കൂടാതെ കഴിഞ്ഞ 3 വർഷത്തെ മലപ്പുറം ജില്ലയിലെ LD റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും നിയമന ശുപാർശയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. 1/8/2025 നിലവിൽ വന്ന മലപ്പുറം ജില്ലയുടെ LD റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് 931 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 913 പേരും ഭിന്നശേഷി പട്ടികയിൽ 48 പേരടക്കം ടോട്ടൽ 1892 പേരുടെ പട്ടികയാണ് മലപ്പുറം ജില്ലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അടുത്തതായി, ഈ വർഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നിയമന സാധ്യത മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ റാങ്ക് ലിസ്റ്റും അഡ്വൈസ് ഡീറ്റെയിൽസും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിയമന സാധ്യത കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ 3 വർഷത്തെ റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും നിയമന ശുപാർശയും ഒക്കെ ഡീറ്റെയിൽസായി നോക്കാം. ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു ലിസ്റ്റിൽ ഇടം നേടുന്നതിനായി ആദ്യ കടമ്പയായ കട്ട് ഓഫിനെ കുറിച്ച് പരിശോധിക്കാം. കഴിഞ്ഞ 4 വർഷമായി മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള LD റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി 2015 62 ആയിരുന്നു കട്ട് ഓഫ്, 2018 71.66, 2022 53, 2025 66. ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് വർഷമാണ് കൂടുതലെന്നും ഏത് വർഷമാണ് കട്ട് ഓഫ് കുറവായി വന്നിട്ടുള്ളത് എന്നും. മലപ്പുറം ജില്ലയിലെ LD റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് നോക്കിയാൽ 2018 കൂടുതലായിട്ട് വന്നിട്ടുള്ളത് 71.66, കുറവ് വന്നിട്ടുള്ളത് 2022 തിരുവനന്തപുരം കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിയമന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ അത്രയില്ലെങ്കിലും കട്ട് ഓഫ് ഉയർന്നതായിട്ടാണ് പൊതുവെ വരാറ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും ഡീറ്റെയിൽസുമാണ്. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് 2015 ഉൾപ്പെട്ടവരുടെ എണ്ണം 3562 പേരാണ്, 2018 3305, 2022 2012, 2025 1892 പേരാണ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം ലിസ്റ്റിൽ ഇടം നേടിയവരുടെ എണ്ണം 1892 ആണ്. ഇത് ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ലിസ്റ്റിൽ ഇടം നേടിയ എത്ര പേർക്ക് നിയമന നില നോക്കുകയാണെങ്കിൽ 2015 1150 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്, 2018 1016, 2022 1065 പേർക്കാണ് കറൻ്റ്ലി അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ 2025 പുതിയ ലിസ്റ്റ് വരുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് പേർക്കും കൂടി അഡ്വൈസ് പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 1065 എന്നുള്ളത് ഒരു 1100 റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഗ്രാഫ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കറൻ്റ് 3 വർഷങ്ങളിലും 2015 18 2022 3 വർഷത്തെ ലിസ്റ്റിലും 1000 എബോവ് നിയമനം നടന്നിട്ടുണ്ട്. 2022 1065 എന്നുള്ളത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് കുറച്ച് പേർ കൂടി അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അത് സൈറ്റിൽ അപ്ലോഡ് ആവുന്നതേ ഉള്ളൂ. അപ്ലോഡ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കട്ട് ഓഫും റാങ്ക് ലിസ്റ്റും അഡ്വൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. ഈ വർഷം കുറച്ചുകൂടി അഡ്വൈസ് പോയിട്ടുള്ളത് കൊണ്ട് ഇനി ഈ വർഷത്തെ നിയമന സാധ്യത പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതേ ലെവലിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയിട്ട് അഡ്വൈസ് പോകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് സൈറ്റിൽ വന്നതിന് ശേഷം എല്ലാ ജില്ലയുടെയും റൊട്ടേഷണൽ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018 മുതൽ 2022 വരെയുള്ള 2018 മുതൽ 2022 വരെ LD റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലെ LD റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നാണ് അഡ്വൈസ് പോയത്, സപ്ലിയിൽ നിന്ന് നിയമനം നേടിയിട്ടുള്ളത് ഏതൊക്കെ റാങ്കുകാരാണ് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇനി അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പരിശോധിക്കുന്നത് 2018 മുതൽ 2022 വരെയുള്ള LD റാങ്ക് ലിസ്റ്റും രണ്ടാമതായിട്ട് പരിശോധിക്കുന്നത് 2022 വന്നിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞു പോയ LD റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസുമാണ്. ഇതിൽ 2022 മുതൽ 2025 വരെ ഉള്ളതിൽ കുറച്ചും കൂടി അഡ്വൈസുകൾ വരാനുണ്ട്. അതിനനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ആദ്യമായി 2018 മുതൽ 2022 കാലയളവിൽ വന്ന LD റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 1489 പേരാണ്. ടോട്ടൽ ആ വർഷം ഉണ്ടായിരുന്നത് 3305 പേരാണ്.
ആ വർഷം നിയമനം നേടിയത് 1016 പേരാണ്. 3305 പേരുണ്ടായിരുന്ന ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ 1489 പേരുണ്ടായിരുന്നു. 2018 നിയമനം ലഭിച്ചത് 1016 പേർക്കാണ്. ഇതിൽ OC 777, EBT 786, SC സപ്ലി 8, ST സപ്ലി 18, മുസ്ലിം 784, LC സപ്ലി 12, OBC 801, ഹിന്ദു നാടാർ 1078, SIUC നാടാർ 1265 റാങ്ക് വരെ, ധീവര 984, SCC സപ്ലി 9, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 13, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 13, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 10. ഈ റേഞ്ചിലുള്ള റാങ്കുകാർക്കാണ് 2018 മുതലുള്ള 2022 വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നേടിയിട്ടുള്ളത്. അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കാലാവധി അവസാനിച്ച 2022 മുതൽ 2025 വരെ ഉണ്ടായിരുന്ന LD റാങ്ക് ലിസ്റ്റിൻ്റെ നിയമനം നിന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 994 പേരും ടോട്ടൽ ഉണ്ടായിരുന്നത് 2012 പേരാണ്. ഈ ലിസ്റ്റിൽ നിന്ന് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 756 റാങ്കും, EBT 764, SC സപ്ലി 40, ST സപ്ലി 24, മുസ്ലിം 760, LC സപ്ലി 24, OBC വിത്തിൻ OC, ഹിന്ദു നാടാർ സപ്ലി 9, SIUC നാടാർ സപ്ലി 3, ധീവര സപ്ലി 1, SCC സപ്ലി 9, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 15, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 11, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 11. മുൻ വർഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷമൊക്കെ ലിസ്റ്റിൻ്റെ വലിപ്പം കുറച്ചിട്ടാണ് എല്ലാ ജില്ലകളിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിന് പ്രധാന കാരണം വലിയ ലിസ്റ്റ് ഇട്ട് അമിത പ്രതീക്ഷ കൊടുക്കാതെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കൊടുക്കുക എന്ന നയമാണ് ഇപ്പോൾ PSC സ്വീകരിച്ചിട്ടുള്ളത്. ഈ വർഷം LD റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ കഴിഞ്ഞ 2 വർഷത്തെ LD റാങ്ക് ലിസ്റ്റ് താരതമ്യം ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് കഴിഞ്ഞ 2 എന്ന് വെച്ചാൽ ഒരു 6 വർഷത്തെ നിയമന നില നോക്കിയാൽ മനസ്സിലാക്കും ഈ വർഷം നിലവിൽ വന്ന LD റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം ലഭിക്കുമെന്നും ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് സാധ്യത എന്നുള്ളതും പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കമ്പാരിസൺ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും.